കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ചാടിയ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. കണ്ണൂരിൽ നിന്നും കനത്ത സുരക്ഷയിലായിരുന്നു ജയിൽ മാറ്റം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു പ്രതി ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന്. നിലവിൽ കൊണ്ടുപോയി എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത സുരക്ഷയിലാണ് ഗോവിന്ദച്ചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ജയിലിൽ നിന്നും അത്രയും സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി പുറത്ത് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് പോലീസിന് ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സുരക്ഷിതമായി തന്നെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയെ വിയൂരിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതിനാൽ തന്നെ ഇന്ന് അല്പസമയം മുൻപാണ് കണ്ണൂരിൽ നിന്നും വാഹന വ്യൂഹത്തിൽ ഗോവിന്ദച്ചാമിയുമായി പോലീസ് ഉദ്യോഗസ്ഥർ പുറപ്പെടുന്നത്. എന്തായാലും ഒരു 4-5 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ വിയൂരെത്തും എന്നുള്ളൊരു കാര്യമാണ് അറിയുന്നത്. കാരണം ഈ തൃശ്ശൂരിൽ നിന്നും കുറച്ചുകൂടി ഉള്ളിലേക്കാണ് വിയൂർ ജയിൽ വരുന്നത്. എന്തായാലും അവിടെ സുരക്ഷയോടെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ ഗോവിന്ദച്ചാമിയെ വിയൂരിലേക്ക് മാറ്റും എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയം എപ്പോഴാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഉദ്യോഗസ്ഥർ ഒരു വ്യക്തതയൊന്നും നൽകിയിരുന്നില്ല. എന്തായാലും ഇന്ന് രാവിലെ ഈ കണ്ണൂരിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ആ ഒരു സമയമെല്ലാം ഇന്നാണ് പുറത്തു വിടുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഗോവിന്ദച്ചാമിയുമായി തെളിവെടുപ്പിനായി ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ പിടികൂടിയതിനു ശേഷം തെളിവെടുപ്പിനായി ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനെല്ലാം ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ഉണ്ടായി. എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സമയം വ്യക്തമാക്കിയിരുന്നില്ല. എപ്പോൾ മാറ്റുമെന്നുള്ള കാര്യത്തിലൊന്നും തന്നെ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം എത്തി കുറച്ചു സമയങ്ങൾക്ക് മുൻപാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വിയൂർ ജയിലിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അടക്കം ഈ ഒരു ഇതിൻ്റെ ഭാഗമായി ഗോവിന്ദച്ചാമിയെ മാറ്റുന്നതിൻ്റെ ഭാഗമായി കണ്ണൂരിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ക്വിക്ക് റെസ്പോൺസിബിൾ ടീമിൻ്റെ വാഹനത്തിലാണ് ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോയിരിക്കുന്നത്. 15 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ വാഹനം കടന്നു പോകുന്ന ഭാഗങ്ങളിലെല്ലാം ജില്ലകളിലെല്ലാമുള്ള ലോക്കൽ ആ ഒരു പ്രദേശത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൃത്യമായ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും കാര്യങ്ങളും എല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് എന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 15ലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ് തോക്കടക്കം ഏന്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ് ഈ ഒരു ഗോവിന്ദച്ചാമിയെ വിയൂരിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ കണ്ണൂർ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി പുറത്ത് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെയധികം കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ തന്നെയാണ് മുൻകൂട്ടി എടുത്ത ഒരുപാടധികം തീരുമാനങ്ങളിലൂടെയൊക്കെയാണ് ഗോവിന്ദച്ചാമി ഈ ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ ആ ഒരു സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഒരു വിയൂരിൽ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കൊന്നും വഴിവെക്കാതെ കഴിഞ്ഞ ദിവസം ഈ ഗോവിന്ദച്ചാമിയെ കിണറ്റിൽ നിന്നും പിടികൂടുന്ന ഒരു സമയത്ത് നാട്ടുകാരുടെയൊക്കെ ഒരു രോക്ഷം നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ആക്രമിക്കുന്ന ഇയാളെ വളരെയധികം ആക്രമിക്കുന്ന അത്രയും രോക്ഷാകുലരായിട്ടുള്ള നാട്ടുകാരും പ്രദേശവാസികളെയും ആളുകളെയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അവരുടെ എല്ലാം ആ ഒരു ദേഷ്യം മനസ്സിലാക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ഇല്ലാതെ ഒരു പ്രതിയെ എത്തിക്കുക എന്ന് പറയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഇടവരുത്താതെ സുരക്ഷിതമായി ഇയാൾ രക്ഷപ്പെട്ടു പോവാതെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുറച്ച് സമയം മുൻപാണ് കണ്ണൂരിൽ നിന്നും വിയൂരിലേക്ക് വാഹനം പുറപ്പെട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 5 മണിക്കൂറുകൾ സമയം എടുത്തുകൊണ്ട് തന്നെ അവിടെ എത്തുമെന്നാണ് അറിയുന്നത്. രേണുക. അതേ വിജിത സൂചിപ്പിച്ചതുപോലെ തന്നെ 15 പോലീസുകാരുടെ അകമ്പടിയോടെ കണ്ണൂരിൽ നിന്നും വിയൂരിലേക്ക് ഈ ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ ഈ കണ്ണൂർ ജയിലിൽ തന്നെ കൃത്യമായ രീതിയിൽ ഈ സെല്ലുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ സെല്ലിലാണ് ഗോവിന്ദച്ചാമി കഴിയുന്നത്. ആ സെല്ലിൽ ഒരു കൃത്യമായ രീതിയിൽ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഒരു കണ്ണ് എപ്പോഴും ആ ഒരു സെല്ലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ നടന്ന പോലെ ഒരു ജയിൽ ചാട്ടം ഗോവിന്ദച്ചാമിക്ക് ഉണ്ടാകില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ കിണറ്റിൽ നിന്ന് പൊക്കിയപ്പോൾ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയവരിൽ കുറേ പേർ ഗോവിന്ദച്ചാമിയെ ആക്രമിക്കുന്ന കണ്ടു. അപ്പോൾ ഒരു സുരക്ഷാ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലേക്കും കൊണ്ടുപോയത്. ഇതിൽ കൃത്യമായി മനസ്സിലാക്കുന്നത് പോലീസുകാരുടെ ഒരു അനാസ്ഥ ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ചാടിയ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ ഏകദേശം ഈ ഒരു സമയത്തോടൊക്കെ തന്നെ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നൊരു വിവരം പുറത്തേക്ക് വന്നു. ഏകദേശം 1:15 വെളുപ്പിനെ പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ ഏകദേശം 1.5-2 മാസത്തെ പ്ലാനിങ്ങോടെയാണ് ഗോവിന്ദച്ചാമി ഈ ഒരു ജയിൽ ചാട്ടം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഗോവിന്ദച്ചാമിക്ക് എവിടെ നിന്നാണ് ഈ വസ്ത്രങ്ങളെല്ലാം കിട്ടിയത്, അതോടൊപ്പം തന്നെ കുളിക്കാൻ അവർ ഉപയോഗിക്കുന്ന വീപ്പയെടുത്ത് അതിനു മുകളിൽ വെച്ച് വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വിയൂർ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. 15 പോലീസുകാരുടെ അകമ്പടിയോടെയാണ് കൊണ്ടുപോയത്. ഒരുപക്ഷെ വിജിത, ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ജയിലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗോവിന്ദച്ചാമി ഇപ്പോൾ പുറത്ത് ചാടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല, അല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷയെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ഗോവിന്ദച്ചാമി കഴിഞ്ഞ ദിവസം ജയിൽ ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മളെല്ലാവരും നേരത്തെ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ്. അവിടെ പരിസരത്തുള്ള വീപ്പയെല്ലാം എടുത്തു വെച്ച് അയലിൽ കിടക്കുന്ന തുണിയെല്ലാം അല്ലെങ്കിൽ പുതപ്പെല്ലാം കെട്ടി വളരെ പ്ലാനിങ്ങോട് കൂടി ഉപ്പെല്ലാം ഇട്ടുകൊണ്ട് ഈ കമ്പിയെല്ലാം ദ്രവിപ്പിച്ച് ചാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് വലിയ കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കണ്ണൂർ പോലെ ഇത്രയും കൊടും കുറ്റവാളിയെല്ലാം പാർപ്പിക്കുന്ന ഒരു ജയിലിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി. കാരണം കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ ഇങ്ങനെയുള്ള കുറ്റവാളികളെല്ലാം പാർപ്പിക്കുമ്പോൾ ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം ഈ ഒരു ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആൾ കൊടും കുറ്റവാളിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അയാൾ ചെയ്ത കുറ്റത്തിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നതും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റവാളികളെല്ലാം പാർപ്പിക്കുന്ന ഒരു ജയിലാകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള സുരക്ഷ അവിടെ ഉറപ്പുവരുത്തണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സുരക്ഷാ ജയിലിന്റെ ഭാഗങ്ങളിലെല്ലാം ഇത്തരം വീപ്പകളൊന്നും വെക്കേണ്ടതില്ല എന്ന് തുടങ്ങിയ ആക്ഷേപങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ദിവസം വരുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ അടക്കം ഇത്തരത്തിൽ പോലീസുകാരുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആളുകൾ അവിടെ കുറവാണ്, ഉദ്യോഗസ്ഥർ കുറവാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം വരുന്ന ഒരു സാഹചര്യം എല്ലാം ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വീഴ്ച സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായത് എന്നുള്ളതും ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ കഴിയില്ലായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. എന്തായാലും ഇനി പോലീസിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കേരള പോലീസിനടക്കം ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുത്ത ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വിയൂരിലേക്ക് മാറ്റുന്ന സമയത്ത് കൃത്യമായിട്ട് വിയൂരിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെളിവെടുപ്പിനെല്ലാം കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഈ BJP പ്രവർത്തകരൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവാതെ പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വവുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഈ പ്രതിക്കെതിരെ ഉണ്ടാവാതെ അവിടെ കൃത്യസ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതും പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അവിടെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ പോലീസിനെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് കണ്ണൂരിൽ നിന്നും ഈ വാഹനത്തിൽ ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇനി പോകുന്ന ഈ ഒരു സമയത്തെല്ലാം ഓരോ ജില്ലയിലൂടെ ഈ വാഹനം കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള സുരക്ഷയും കാര്യങ്ങളുമെല്ലാം ഉദ്യോഗസ്ഥർ അതത് ജില്ലകളിലെ പോലീസ് ആസ്ഥാനങ്ങളിലെല്ലാം നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏകദേശം ഒരു 4-5 മണിക്കൂറുകൾക്കപ്പുറം ഈ ഗോവിന്ദച്ചാമി വിയൂരിലെത്തും. ആ വിയൂരിൽ എത്തിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതോടൊപ്പം തന്നെ ഈ ഒരു സുരക്ഷ ഉറപ്പാക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ യോഗമെല്ലാം ചേരുന്നതിനുള്ള ഒരു തീരുമാനം ഇന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം എന്ത് തീരുമാനം വരും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യമായി എങ്ങനെ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ അതിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം ഈ ഒരു യോഗത്തിന് ശേഷം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. രേണുക, അതെ വിജിത, അതേപോലെ തന്നെ വിജിത സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് കൊടും കുറ്റവാളികൾ പാർപ്പിക്കുന്ന ഒരു ജയിലാണ്. പ്രത്യേകമായ ഒരു സെല്ലുകൾ ക്രമീകരിച്ചാണ് പ്രതികളെ അവിടെ പാർപ്പിക്കുന്നത്. ഇങ്ങനൊരു ജയിലിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. അവിടെ കുറ്റവാളികളുടെ എണ്ണം കൂടുന്നു, കുറ്റവാളികളെ നോക്കാൻ ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയുന്നു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു വീഴ്ച തന്നെയാണ്. ഇത് ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ടല്ലേ?
രേണുക പറഞ്ഞതുപോലെ തന്നെ അതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണെങ്കിൽ അതിന് വേണ്ട നടപടികൾ നേരത്തെ എടുക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനാവുക. കാരണം സുരക്ഷ ഒരുപാടധികം വേണ്ട ഒരു സ്ഥലം തന്നെയാണ് ജയിലെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാടധികം കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ പുറത്തു പോകാതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി അപ്പോൾ തന്നെ അറിഞ്ഞ് അതിന് നടപടി എടുക്കേണ്ട ഒരു ആവശ്യകത അവിടെ വളരെ കൂടുതലായിരുന്നു. കാരണം ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരാൾ ആ ജയിലിലില്ല എന്നുള്ളൊരു കാര്യം അടക്കം അവിടുത്തെ ഉദ്യോഗസ്ഥർ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ വലിയ തരത്തിലുള്ള വീഴ്ച തന്നെയാണ്. ഇത്തരം എല്ലാ സമയവും അല്ലെങ്കിൽ രാത്രിയിലും എല്ലാം കൃത്യമായിട്ട് അവിടെ ഇവർ വന്ന് നോക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ജയിൽ ചാടി ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രം ജയിലിലുള്ള ഉദ്യോഗസ്ഥർ അറിയുകയും അതിനുവേണ്ട നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥരില്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ എന്താണോ, ഉദ്യോഗസ്ഥരെ കൂടുതൽ നിയമിക്കാനുള്ള നടപടികൾ എന്താണോ അതൊക്കെ ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം ഇന്നത്തെ യോഗത്തിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വീഴ്ച സംഭവിച്ചു, ഇനി അത്തരം ഒരു വീഴ്ച സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെ, അല്ലെങ്കിൽ ആ ഒരു വീഴ്ചയിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള, കാരണം കണ്ണൂർ ജയിലിൽ ഇനിയും ഒരുപാടധികം കുറ്റവാളികളുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്നൊരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കുറ്റവാളി ചാടിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നേരത്തെ എടുക്കാമായിരുന്നു, നേരത്തെ ഇക്കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്താമായിരുന്നു എന്നുള്ള ഒരു കാര്യം പ്രധാനപ്പെട്ടത് തന്നെയാണ് രേണുക. ശരി വിജത, വ്യക്തമാണ്, വാർത്തകൾ വ്യക്തമാണ്. കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ചാടിയ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. കണ്ണൂരിൽ നിന്ന് കനത്ത സുരക്ഷയിലായിരുന്നു ജയിൽ മാറ്റം ഉണ്ടായത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിജിതയാണ്. ഇടുക്കി ചെമ്മണ്ണാറിൽ അനുജൻ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠ ഭാര്യയെയും